ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ജൂലൈ ഓഗസ്റ്റിലെ കറണ്ട് അഫയേഴ്സാണ് ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് കറണ്ട് അഫയേഴ്സ് നോക്കാം. കേരളത്തിൽ നടന്ന ഏത് പ്രകൃതി ദുരന്തത്തിനാണ് 2024 ജൂലൈയിൽ 100 വർഷം തികഞ്ഞത്? 99 വെള്ളപ്പൊക്കത്തിനാണ് 2024 ജൂലൈയിൽ 100 വർഷം തികഞ്ഞത്. 1924 വെള്ളപ്പൊക്കം ഉണ്ടായത്. അപ്പോൾ 2024 ആകുമ്പോഴേക്കും 100 വർഷം ആയി. അപ്പോൾ അതിൻ്റെ കണക്റ്റഡ് ഫാക്റ്റാണ് പറയുന്നത്. കൊല്ലവർഷം 1099, അതായത് 1099, 1924 ജൂലൈയിൽ രൂപപ്പെട്ട മഹാപ്രളയം 3 ആഴ്ചയോളം നീണ്ടുനിന്നു. അപ്പോൾ ശരിക്കും ഈ വെള്ളപ്പൊക്കം നടന്നത് 1924 ജൂലൈയിലാണ്. 2024 വരുമ്പോഴേക്ക് 100 വർഷമായിട്ടുള്ളത്. പക്ഷെ അതിനെ നമ്മൾ മലയാള മാസത്തിൽ പറയുമ്പോഴാണ് കൊല്ലവർഷം 1099 എന്നുള്ളത് കൊണ്ടാണ് 99 വെള്ളപ്പൊക്കം സാധാരണയായിട്ട് പറയുന്നത്. 3 ആഴ്ചയോളമാണ് ആ വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നത്. താഴ്ന്ന പ്രദേശമായ കുട്ടനാടിനെയും സമുദ്രനിരപ്പിൽ നിന്ന് 6500 അടി ഉയരത്തിലുണ്ടായിരുന്ന മൂന്നാറിനെയും ഒരുപോലെ മുക്കിയ പ്രളയമായിരുന്നു അത്. അപ്പോൾ ഏറ്റവും താഴ്ന്ന പ്രദേശം എന്ന് പറയുന്നത് കുട്ടനാടാണ്. അതുപോലെ സമുദ്രനിരപ്പിൽ നിന്ന് 6500 അടി ഉയരത്തിൽ നിൽക്കുന്ന മൂന്നാറിനെയും ഒരുപോലെ മുക്കിയ പ്രളയം എന്ന് പറയുമ്പോൾ അത്രയും വലിയ വെള്ളപ്പൊക്കമായിരുന്നു 99 വെള്ളപ്പൊക്കം എന്ന് പറയുന്നത്. ഈ വെള്ളപ്പൊക്കത്തിൽ ആധാരമാക്കി തകഴി ശിവശങ്കര പിള്ള രചിച്ച പ്രസിദ്ധമായ ചെറുകഥയാണ് വെള്ളപ്പൊക്കത്തിൽ. അപ്പോൾ അതിൽ നമുക്കൊരു പഠിക്കാനുള്ളത് എന്താ? ഈ 99 വെള്ളപ്പൊക്കത്തെ ബേസ് ചെയ്ത് തകഴി ശിവശങ്കര പിള്ള രചിച്ച പ്രസിദ്ധമായ ചെറുകഥയാണ് വെള്ളപ്പൊക്കത്തിൽ നിന്ന്. അപ്പോൾ ഒന്നുകൂടി പറയാം. കേരളത്തിൽ നടന്ന ഏത് പ്രകൃതി ദുരന്തത്തിനാണ് 2024 ജൂലൈയിൽ 100 വർഷം തികഞ്ഞത്? 99 വെള്ളപ്പൊക്കം. അതായത് കൊല്ലവർഷം 1099 നടന്ന മഹാപ്രളയത്തിനെയാണ് 99 വെള്ളപ്പൊക്കം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ അത് 1924 ജൂലൈയിലാണ് നമ്മൾ സാധാരണ ഇയറിലായിട്ട് പറയുമ്പോൾ. താഴ്ന്ന പ്രദേശമായ കുട്ടനാടിനെയും സമുദ്രനിരപ്പിൽ നിന്ന് 6500 അടി ഉയരത്തിലാണ് മൂന്നാറുള്ളത്. അതിനെയും ഒരുപോലെ മുക്കിയ പ്രളയമായിരുന്നത്. വെള്ളപ്പൊക്കത്തിൽ എന്നുള്ള കൃതി രചിച്ചതാണ് തകഴി ശിവശങ്കരപിള്ളയാണ്. ഇത് എന്തിനെ ആധാരമാക്കി രചിച്ചിട്ടുള്ള കൃതിയാണ് അല്ലെങ്കിൽ ചെറുകഥയാണ്? 99 വെള്ളപ്പൊക്കത്തെ ബേസ് ചെയ്ത് തകഴി ശിവശങ്കരപിള്ള രചിച്ച കൃതിയാണ് വെള്ളപ്പൊക്കത്തിൽ. അടുത്ത് നോക്കാം. US പ്രസിഡന്റ് സ്ഥാനാർത്ഥിയും മുൻ പ്രസിഡന്റുമായ ഡൊണാൾഡ് ട്രംപ് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ വധശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് ഇവിടെ വെച്ചാണ്. അപ്പോൾ ഇപ്പോഴത്തെ പ്രസിഡന്റ് അല്ല, അദ്ദേഹം മുൻ പ്രസിഡന്റുമാണ്. അതുപോലെ US പ്രസിഡന്റ് മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുമായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ വധശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ട സ്ഥലം പെൻസിൽവാനിയയിലെ ബട്ട്ലറിൽ വെച്ചിട്ടാണ് അദ്ദേഹം വധശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. പെൻസിൽവാനിയയിലെ ബട്ട്ലറിൽ വെച്ചിട്ടാണ് US പ്രസിഡന്റ് സ്ഥാനാർത്ഥിയും മുൻ പ്രസിഡന്റുമായ ഡൊണാൾഡ് ട്രംപ് വധശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. ജൂലൈ 14 ട്രംപിന് വലതു ചെവിയിൽ വെടിയേറ്റത്. അപ്പോൾ ഏത് മാസമാണ്? 2024 ജൂലൈ 14 ട്രംപിന് വലതു ചെവിയിൽ വെടിയേറ്റത്. അക്രമിയായ തോമസ് മാത്യു ക്രൂക്സിനെ സുരക്ഷാ സേനയായ സീക്രട്ട് സർവീസ് വെടിവെച്ചു കൊന്നു. അപ്പോൾ ഇതിൽ പഠിക്കേണ്ടത് എന്തൊക്കെയാണ്? US പ്രസിഡന്റ് സ്ഥാനാർത്ഥിയും മുൻ പ്രസിഡന്റുമായ ഡൊണാൾഡ് ട്രംപ് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ വധശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് പെൻസിൽവാനിയയിലെ ബട്ട്ലറിൽ വെച്ചിട്ടാണ്. അതുപോലെ ജൂലൈ 14 ഈ വധശ്രമം നടന്നത്. അദ്ദേഹത്തിന് വലതു ചെവിക്കാണ് വെടിയേറ്റത്. അക്രമിയായത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് വെടിവെച്ചത് ആരായിരുന്നു? തോമസ് മാത്യു ക്രൂക്സ് ആണ് അദ്ദേഹത്തിന് വെടിവെച്ചത്. തോമസ് മാത്യു ക്രൂക്സിനെ അവിടുത്തെ സുരക്ഷാ സേനയായ സീക്രട്ട് സർവീസ് വെടിവെച്ചു കൊന്നു. US സീക്രട്ട് സർവീസ് സുരക്ഷാ സേനയായ സീക്രട്ട് സർവീസ് തോമസ് മാത്യു ക്രൂക്സിനെ വെടിവെച്ചു കൊന്നു. അടുത്തതാണ്, ചന്ദ്രോപരിതലത്തിൽ പുതിയൊരു ഗുഹ കൂടി ശാസ്ത്രജ്ഞർ കണ്ടെത്തി. എവിടെയാണ് ആ ഗുഹ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രശാന്തി കടലിന് 400 കിലോമീറ്റർ അകലെയാണ് ചന്ദ്രോപരിതലത്തിൽ പുതിയൊരു ഗുഹ കൂടി കണ്ടെത്തിയത്. എവിടെയാണ്? പ്രശാന്തി കടലിന് 400 കിലോമീറ്റർ അകലെയാണ്. അപ്പോൾ പറയുന്നത് എന്താ? സീ ഓഫ് ട്രയാങ്കിളിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. 55 വർഷം മുൻപ് 1969 ജൂലൈ 20 നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൽഡ്രിനും ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയത് സീ ഓഫ് ട്രയാങ്കിളിറ്റിയിലാണ്. അപ്പോൾ ആരൊക്കെയാണ്? 55 വർഷം മുമ്പ് 1969 ജൂലൈ 20 നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൻഡ്രിനും ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയത് സീ ഓഫ് ട്രയാങ്കിളിറ്റിയിലാണ്. അപ്പോൾ ആ സീ ഓഫ് ട്രയാങ്കിളിറ്റിയുടെ 400 കിലോമീറ്റർ അകലെയാണ് ഇപ്പോൾ എന്ത് കണ്ടുപിടിച്ചിരിക്കുന്നത്? പുതിയൊരു ഗുഹ കൂടി ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരിക്കുന്നത്. ഏതാണ്ട് 40 മീറ്റർ വിസ്താരമുണ്ട് ഇപ്പോൾ കണ്ടെത്തിയ ഗുഹയ്ക്ക്. 200-ലേറെ ഗുഹകൾ ഇതിനകം കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് അവിടെ പഠിക്കാനുള്ളത്? ചന്ദ്രോപരിതലത്തിൽ പുതിയൊരു ഗുഹ കൂടി ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിരിക്കുകയാണ്. അത് എവിടെയാണ്? പ്രശാന്തി കടലിന് 400 കിലോമീറ്റർ അകലെ, അതായത് സീ ഓഫ് ട്രയാങ്കിളിറ്റിക്ക് 400 കിലോമീറ്റർ അകലെയാണ് പുതിയൊരു ഗുഹ കൂടി ശാസ്ത്രജ്ഞർ കണ്ടുപിടിച്ചിട്ടുള്ളത്. 55 വർഷം മുമ്പ് 1969 ജൂലൈ 20 നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൻഡ്രിനും ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയത് സീ ഓഫ് ട്രയാങ്കിളിറ്റിയിലാണ്. അപ്പോൾ ഈ സീ ഓഫ് ട്രയാങ്കിളിറ്റിയുടെ 400 കിലോമീറ്റർ അകലെയാണ് പുതിയ ഗുഹ കണ്ടുപിടിച്ചിട്ടുള്ളത്. 40 മീറ്റർ വിസ്താരമാണ് ഇപ്പോൾ കണ്ടുപിടിച്ചിട്ടുള്ള പുതിയ ഗുഹയ്ക്കുള്ളത്. അതുപോലെ 200-ലേറെ ഗുഹകൾ ഇതിനകം തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. എവിടെ? ചന്ദ്രോപരിതലത്തിൽ. അടുത്തത് പറയുന്നതാണ്, വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ജൂലൈ 12 എത്തിയ ആദ്യ മദർഷിപ്പ് ഏതാണ് ചോദിച്ചിരിക്കുന്നത്? വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ജൂലൈ 12 എത്തിയ ആദ്യ മദർഷിപ്പ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സാൻ ഫെർണാണ്ടോ ആണ്.
അപ്പോൾ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ജൂലൈ 12 എത്തിയ ആദ്യത്തെ മദർഷിപ്പ് ഏതാണ്? സാൻ ഫെർണാണ്ടോ ആണ്. തുറമുഖത്തിന്റെ നിർമ്മാണ ആവശ്യങ്ങൾക്കുള്ള അത്യാധുനിക ക്രെയിനുകൾ വഹിച്ച ആദ്യ കപ്പൽ ഷെൻഹുവ 15 2023 ഒക്ടോബർ 15 വിഴിഞ്ഞം തുറമുഖത്തെത്തിയിരുന്നു. അപ്പോൾ എന്താണ് പറയുന്നത്? തുറമുഖത്തിന്റെ നിർമ്മാണ ആവശ്യങ്ങൾക്കുള്ള അത്യാധുനിക ക്രെയിനുകൾ വഹിച്ച ആദ്യ കപ്പലായിട്ടുള്ള ഷെൻഹുവ 15 എന്നുള്ളത് ആദ്യ കപ്പലിന്റെ നെയിമാണ്. അത് 2023 ഒക്ടോബർ 15 വിഴിഞ്ഞം തുറമുഖത്ത് എത്തിയിരുന്നു. രാജ്യത്തെ ആദ്യ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമാണ് വിഴിഞ്ഞം. അപ്പോൾ രാജ്യത്തെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ തന്നെ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമാണ് വിഴിഞ്ഞം. അപ്പോൾ എന്താണ് ചോദ്യം? വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് ജൂലൈ 12 എത്തിയ ആദ്യത്തെ മദർഷിപ്പ് എന്താണ്? സാൻ ഫെർണാണ്ടോ ആണ്. തുറമുഖത്തിന്റെ നിർമ്മാണ ആവശ്യങ്ങൾക്കുള്ള അത്യാധുനിക ക്രെയിനുകൾ വഹിച്ച ആദ്യ കപ്പലായ ഷെൻഹുവ 15 2023 ഒക്ടോബർ 15 വിഴിഞ്ഞം തുറമുഖത്ത് എത്തിയിരുന്നു. രാജ്യത്തെ ആദ്യ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമാണ് വിഴിഞ്ഞം. രാജ്യത്തെ ആദ്യത്തെ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം ഏതാണ്? വിഴിഞ്ഞം. അടുത്താണ് 2024 G20 ഉച്ചകോടി എവിടെയാണ് നടത്തുന്നത്? ഈ G20 ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ 2024 G20 ഉച്ചകോടി നടക്കുന്നത് എവിടെയാണ്? റിയോ ഡി ജനൈറോയിലാണ് 2024 G20 ഉച്ചകോടി നടക്കുന്നത്. റിയോ ഡി ജനൈറോ, ബ്രസീലിലെ റിയോ ഡി ജനൈറോയിലാണ് 2024 G20 ഉച്ചകോടി നടക്കുന്നത്. കൂടുതലായിട്ടും ഈ ബ്രസീലിലെ രാജ്യങ്ങളുടെ പേരാണ് ചോദിച്ചു കണ്ടിരിക്കുന്നത്. കറക്റ്റ് പ്ലേസ് അത്ര ഇതിൽ ചോദിച്ചിട്ടില്ല, പക്ഷെ എന്നാലും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ 2024 G20 ഉച്ചകോടി എവിടെയാണ് നടത്തുന്നത്? റിയോ ഡി ജനൈറോ, ബ്രസീലിലെ റിയോ ഡി ജനൈറോയിലാണ് 2024 G20 ഉച്ചകോടി നടത്തുന്നത്. നവംബർ 18, 19 തീയതികളിലായാണ് ഉച്ചകോടി നടക്കുന്നത്. നിലവിൽ ബ്രസീലാണ് G20യുടെ അധ്യക്ഷ പദവി വഹിക്കുന്നത്. അപ്പോൾ എന്താണ് 2024 G20 ഉച്ചകോടി എവിടെയാണ് നടക്കുന്നത്? റിയോ ഡി ജനൈറോ, ബ്രസീലിലെ റിയോ ഡി ജനൈറോയിലാണ്. നവംബർ 18, 19 തീയതികളിലായാണ് ഉച്ചകോടി നടക്കുന്നത്. നവംബർ 18, 19 തീയതികളിലായാണ് ഉച്ചകോടി നടക്കുന്നത്. നിലവിൽ ബ്രസീലിലാണ് G20 ഉച്ചകോടിയുടെ അധ്യക്ഷ പദവി വഹിക്കുന്നത്. ആരാണ്? നിലവിൽ ബ്രസീലാണ് G20 ഉച്ചകോടിയുടെ അധ്യക്ഷ പദവി വഹിക്കുന്നത്. അടുത്താണ് രാജ്യത്തെ ആദ്യ ജനറേറ്റീവ് AI നിർമ്മിത ബുദ്ധി കോൺക്ലേവ് നടന്നത് എവിടെയാണ്? അതായത് ചോദിക്കുന്നത് എന്താണ്? നമ്മുടെ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ജനറേറ്റീവ് AI കോൺക്ലേവ് നടന്നത് എവിടെ വെച്ചാണ്? കൊച്ചിയിൽ വെച്ചിട്ടാണ് ആദ്യത്തെ AI കോൺക്ലേവ് നടന്നത്. എന്ന് വെച്ചാൽ എന്താ? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് അത്. അപ്പോൾ രാജ്യത്തെ ആദ്യ ജനറേറ്റീവ് AI കോൺക്ലേവ് നടന്നത് കൊച്ചിയിൽ വെച്ചിട്ടാണ്. 2024 ജൂലൈ 11, 12 തീയതികളിൽ ആഗോള ടെക് ഭീമനായ IBM കേരള സർക്കാരുമായി സഹകരിച്ചാണ് കോൺക്ലേവ് നടത്തിയത്. അപ്പോൾ 2024 ജൂലൈ 11, 12 തീയതികളിൽ ആഗോള ടെക് ഭീമനായ IBM കേരള സർക്കാരുമായി സഹകരിച്ചാണ് കോൺക്ലേവ് നടത്തിയത്. അപ്പോൾ എന്താണ്? രാജ്യത്തെ ആദ്യ ജനറേറ്റീവ് AI കോൺക്ലേവ് നടന്നത് എവിടെയാണ്? നമ്മുടെ കൊച്ചിയിൽ വെച്ചിട്ടാണ്. 2024 ജൂലൈ 11, 12 തീയതികളിൽ ആഗോള ടെക് ഭീമനായ IBM കേരള സർക്കാരുമായി സഹകരിച്ചാണ് കോൺക്ലേവ് നടത്തിയത്. അടുത്തത്, ഏത് കേന്ദ്ര ഭരണ പ്രദേശത്തിന്റെ ലഫ്റ്റനന്റ് ഗവർണർക്കാണ് കേന്ദ്ര സർക്കാർ അടുത്തിടെ കൂടുതൽ അധികാരങ്ങൾ നൽകിയത്? അപ്പോൾ ഏത് കേന്ദ്ര ഭരണ പ്രദേശത്തിന്റെ ലഫ്റ്റനന്റ് ഗവർണർക്കാണ് കേന്ദ്ര സർക്കാർ അടുത്തിടെ കൂടുതൽ അധികാരങ്ങൾ നൽകിയത്? ജമ്മു കശ്മീരിലെ ലഫ്റ്റനന്റ് ഗവർണർക്കാണ് കേന്ദ്ര സർക്കാർ അടുത്തിടെ കൂടുതൽ അധികാരങ്ങൾ നൽകിയത്. പോലീസ്, ക്രമസമാധാനം, അഖിലേന്ത്യാ സർവീസ് തുടങ്ങിയവയിൽ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനുള്ള അധികാരങ്ങളാണ് വർദ്ധിപ്പിച്ചത്. അപ്പോൾ എന്തൊക്കെ അധികാരങ്ങളാണ് നൽകിയിട്ടുള്ളത്? പോലീസ്, ക്രമസമാധാനം, അഖിലേന്ത്യാ സർവീസ് തുടങ്ങിയവയിൽ തീരുമാനങ്ങൾ കൈക്കൊള്ളാനുള്ള അധികാരങ്ങളാണ് ജമ്മു കാശ്മീരിലെ ലഫ്റ്റനന്റ് ഗവർണർക്ക് അധികമായി കൊടുത്തിട്ടുള്ള അധികാരങ്ങൾ എന്ന് പറയുന്നത്. 2019 ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി നീക്കം ചെയ്ത് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന കശ്മീർ പുനഃസംഘടനാ നിയമത്തിലാണ് ഭേദഗതി വരുത്തിയിട്ടുള്ളത്. അപ്പോൾ 2019 ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി നീക്കം ചെയ്യുകയും അതിന് ബദലായിട്ട് കേന്ദ്ര സർക്കാർ കശ്മീർ പുനഃസംഘടനാ നിയമത്തിലാണ് ഈ ഭേദഗതി കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഒന്നുകൂടി പറയാം, ഏത് കേന്ദ്ര ഭരണ പ്രദേശത്തിന്റെ ലഫ്റ്റനന്റ് ഗവർണർക്കാണ് കേന്ദ്ര സർക്കാർ അടുത്തിടെ കൂടുതൽ അധികാരങ്ങൾ നൽകിയത്? ജമ്മു കാശ്മീരിന്റെ ലഫ്റ്റനന്റ് ഗവർണർക്കാണ് കൂടുതൽ അധികാരങ്ങൾ നൽകിയിട്ടുള്ളത്. പോലീസ്, ക്രമസമാധാനം, അഖിലേന്ത്യാ സർവീസ് തുടങ്ങിയവയിൽ തീരുമാനങ്ങൾ കൈക്കൊള്ളാനുള്ള അധികാരമാണ് നൽകിയിട്ടുള്ളത്. 2019 ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി നീക്കം ചെയ്ത് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന കശ്മീർ പുനഃസംഘടനാ നിയമത്തിലാണ് ഭേദഗതി വരുത്തിയിട്ടുള്ളത്. അടുത്തതാണ് MT വാസുദേവൻ നായർ തിരക്കഥ രചിച്ച 9 സിനിമകളുടെ സമാഹാരം ഓണക്കാലത്ത് C5 OTT പ്ലാറ്റ്ഫോമിലൂടെ പുറത്തിറങ്ങും. സമാഹാരത്തിന്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. സമാഹാരത്തിന്റെ പേര് മനോരഥങ്ങൾ. അപ്പോൾ MT വാസുദേവൻ നായർ തിരക്കഥ രചിച്ച 9 സിനിമകളുടെ സമാഹാരം ഓണക്കാലത്ത് C5 OTT പ്ലാറ്റ്ഫോമിലൂടെ പുറത്തിറങ്ങും. അപ്പോൾ സമാഹാരത്തിന്റെ പേരെന്തായിരുന്നു? മനോരഥങ്ങൾ എന്നുള്ളതാണ് സമാഹാരത്തിന്റെ പേര്. ഓളവും തീരവും, ശിലാലിഖിതം,
ഖണ്ഡുഘ്നാവ ഒരു യാത്രാക്കുറിപ്പ്, ഷെർലക് അഭയം തേടി വീണ്ടും, സ്വർഗം തുറക്കുന്നു, സമയം, കാഴ്ച, വിൽപ്പന, കടൽക്കാറ്റ് എന്നിവയാണ് സിനിമകൾ. ഇതിൽ കുറച്ചൊക്കെ നമുക്ക് അറിയണതായിരിക്കും, എന്നാലും ബാക്കിയുള്ള ചിലത് നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല കേട്ടോ. ഓളവും തീരവും, ശിലാലിഖിതം, ഖണ്ഡുഘ്നാവ ഒരു യാത്രാക്കുറിപ്പ്, ഷെർലക് അഭയം തേടി വീണ്ടും, സ്വർഗം തുറക്കുന്നു, സമയം, കാഴ്ച, വിൽപ്പന, കടൽക്കാറ്റ് എന്നിവയാണ് സിനിമകൾ. മൈൻഡ് സ്കേപ്സ് എന്ന പേരിൽ ഹിന്ദി, തമിഴ്, തെലുങ്കു, കന്നഡ ഭാഷകളിലും മനോരഥങ്ങൾ പുറത്തിറങ്ങും. ഇപ്പോൾ മലയാളത്തിൽ മാത്രമല്ല ഏതൊക്കെ ഭാഷകളിൽ ഇറങ്ങുന്നുണ്ട്? ഹിന്ദി, തമിഴ്, തെലുങ്കു, കന്നഡ എന്നീ ഭാഷകളിലും, മലയാളം കൂടാതെ ഈ 4 ഭാഷകളിൽ കൂടി ഇറങ്ങുന്നുണ്ട്. അതിൽ അത്തരം ഭാഷകളിലുള്ള പേരെന്താണ്? മൈൻഡ് സ്കേപ്സ് എന്നുള്ളതാണ് പേര്. മൈൻഡ് സ്കേപ്സ് എന്ന പേരിലാണ് ഹിന്ദി, തമിഴ്, തെലുങ്കു, കന്നഡ ഭാഷകളിൽ മനോരഥങ്ങൾ ഇറക്കുന്നത്. ഒന്നുകൂടെ പറയാം, എം ടി വാസുദേവൻ നായർ തിരക്കഥ രചിച്ച 9 സിനിമകളുടെ സമാഹാരം ഓണക്കാലത്ത് C5 OTT പ്ലാറ്റ്ഫോമിലൂടെ പുറത്തിറങ്ങും. അപ്പോൾ സമാഹാരത്തിന്റെ പേരെന്തായിരുന്നു? മനോരഥങ്ങൾ എന്നുള്ളതാണ് സമാഹാരത്തിന്റെ പേര്. അപ്പോൾ ഓളവും തീരവും, ശിലാലിഖിതം, ഖണ്ഡുഘ്നാവ ഒരു യാത്രാക്കുറിപ്പ്, ഷെർലക് അഭയം തേടി വീണ്ടും, സ്വർഗം തുറക്കുന്നു, സമയം, കാഴ്ച, വിൽപ്പന, കടൽക്കാറ്റ് എന്നിവയാണ് ഏത് സിനിമകൾ? അദ്ദേഹം മനോരഥത്തിലൂടെ ഇറക്കുന്ന, മനോരഥം എന്ന സമാഹാരത്തിലൂടെ ഇറക്കുന്ന സിനിമകളാണ് ഓളവും തീരവും, ശിലാലിഖിതം, ഖണ്ഡുഘ്നാവ ഒരു യാത്രാക്കുറിപ്പ്, ഷെർലക് അഭയം തേടി വീണ്ടും, സ്വർഗം തുറക്കുന്നു, സമയം, കാഴ്ച, വിൽപ്പന, കടൽക്കാറ്റ് എന്നിവയാണ് സിനിമകൾ. അത് മലയാളത്തിലല്ലാതെ ഏതൊക്കെ പേരുകളിലാണ് ഇറക്കുന്നത്? ഹിന്ദി, തമിഴ്, തെലുങ്കു, കന്നഡ എന്നീ ഭാഷകളിൽ കൂടിയും അദ്ദേഹത്തിന്റെ സമാഹാരം ഇറക്കുന്നുണ്ട്. ആ സമാഹാരത്തിൽ കൊടുക്കുന്ന പേരെന്താണ്? മൈൻഡ് സ്കേപ്സ് എന്നുള്ള പേരിലാണ് ഇറക്കുന്നത്. മലയാളത്തിലാണെങ്കിൽ മനോരഥങ്ങൾ എന്നുള്ള പേരിലും. അടുത്തതാണ് നേപ്പാളിലെ പുതിയ പ്രധാനമന്ത്രി. അപ്പോൾ നേപ്പാളിലെ പുതിയ പ്രധാനമന്ത്രി അതാണ് KP ശർമ്മ ഒലി. KP ശർമ്മ ഒലിയാണ് നേപ്പാളിലെ പുതിയ പ്രധാനമന്ത്രി. KP ശർമ്മ ഒലി 4ാം തവണയാണ് ഒലി പ്രധാനമന്ത്രി സ്ഥാനത്തെത്തുന്നത്. ഏറ്റവും വലിയ കക്ഷിയായ നേപ്പാളി കോൺഗ്രസിന്റെ പിന്തുണയോടെയാണ് ഒലി അധ്യക്ഷനായിട്ടുള്ള നേപ്പാൾ യൂണിഫൈഡ് മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് കക്ഷി മന്ത്രിസഭ രൂപവൽക്കരിച്ചത്. വിശ്വാസ വോട്ടെടുപ്പിൽ പുഷ്പ കമൽ ദഹൽ സർക്കാർ പരാജയപ്പെട്ടിരുന്നു. അപ്പോൾ ആദ്യത്തെ 18 മാസം പ്രധാനമന്ത്രി പദവി വഹിക്കുന്ന ഒലി അതിനുശേഷം നേപ്പാളി കോൺഗ്രസ് അധ്യക്ഷൻ ഷെർ ബഹാദൂർ ദുബൈക്ക് പദവി കൈമാറണമെന്നാണ് ധാരണ. അപ്പോൾ ഒന്നുകൂടി പറയാം, നേപ്പാളിലെ പുതിയ പ്രധാനമന്ത്രി KP ശർമ്മ ഒലിയാണ്. 4ാം തവണയാണ് അദ്ദേഹം പ്രധാനമന്ത്രി സ്ഥാനത്തെത്തുന്നത്. ഏറ്റവും വലിയ കക്ഷിയായ നേപ്പാളി കോൺഗ്രസിന്റെ പിന്തുണയോടെയാണ് ഒലി അധ്യക്ഷനായുള്ള നേപ്പാളി യൂണിഫൈഡ് മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് കക്ഷി മന്ത്രിസഭ രൂപവൽക്കരിച്ചിരിക്കുന്നത്. വിശ്വാസ വോട്ടെടുപ്പിൽ പുഷ്പ കമൽ ദഹൽ സർക്കാർ പരാജയപ്പെട്ടിരുന്നു. അപ്പോൾ പുഷ്പ കമൽ ദഹലിനെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് KP ശർമ്മ ഒലി നേപ്പാളിലെ ഏറ്റവും വലിയ കക്ഷിയായ നേപ്പാളി കോൺഗ്രസിന്റെ പിന്തുണയോടെ അധ്യക്ഷനായിട്ടുള്ളത്. ആദ്യത്തെ 18 മാസം പ്രധാനമന്ത്രി പദവി വഹിക്കുന്നത് ഈ KP ശർമ്മ ഒലി ആയിരിക്കും. അതിനുശേഷം നേപ്പാളി കോൺഗ്രസ് അധ്യക്ഷൻ ആയിട്ടുള്ള ഷെർ ബഹാദൂർ ദുബൈക്ക് പദവി കൈമാറണമെന്നാണ് ധാരണ. അടുത്തതാണ് സർക്കാർ ഓഫീസുകളിലെ ജോലിയിൽ സഹായിക്കുന്നതിനായി കെൽട്രോൺ വികസിപ്പിച്ചെടുത്ത AI സോഫ്റ്റ്വെയർ ടൂളുകൾ സേവനത്തിന് സജ്ജമായി. ഇവയുടെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സർക്കാർ ഓഫീസുകളിലെ ജോലിയിൽ സഹായിക്കുന്നതിനായി കെൽട്രോൺ വികസിപ്പിച്ചെടുത്ത AI സോഫ്റ്റ്വെയറിന്റെ പേരെന്താണ്? DG സ്മാർട്ട് കെല്ലി. DG സ്മാർട്ടും കെല്ലിയുമാണ്. അപ്പോൾ സർക്കാർ ഓഫീസുകളിലെ ജോലിയിൽ സഹായിക്കുന്നതിനായി കെൽട്രോൺ വികസിപ്പിച്ചെടുത്ത AI സോഫ്റ്റ്വെയർ ടൂളുകളിൽ സേവനത്തിന് സജ്ജമായി. ഇവയുടെ പേര് ഏതൊക്കെയാണ്? DG സ്മാർട്ടും കെല്ലിയുമാണ്. ഫയലുകൾ ഡിജിറ്റൈസ് ചെയ്യാനാണ് DG സ്മാർട്ട്. അപ്പം ഓരോന്നിൻ്റെയും, അതായത് DG സ്മാർട്ടിൻ്റെയും അതുപോലെ കെല്ലിൻ്റെയും സെപ്പറേറ്റ് ആയിട്ടുള്ള ഇതുകൾ പറയാണ്. ഫയലുകൾ ഡിജിറ്റൈസ് ചെയ്യാനായിട്ടാണ് എന്തുള്ളത്? DG സ്മാർട്ട് ഉള്ളത്. DG സ്മാർട്ട് വന്നിരിക്കുന്നത്. അതുപോലെ വെർച്വൽ റിസപ്ഷനിസ്റ്റ് ആയിട്ട് കെല്ലി ഉപയോഗിക്കാം. അപ്പോൾ 2 രീതിയിലാണ് സർക്കാർ ഓഫീസുകളിലെ ജോലിയിൽ സഹായിക്കുന്നതിനായി കെൽട്രോൺ വികസിപ്പിച്ചെടുത്ത AI സോഫ്റ്റ്വെയർ ടൂളുകൾ സേവനത്തിന് സജ്ജമായി. അത് ഏതൊക്കെയാണ്? DG സ്മാർട്ടും കെല്ലിയുമാണ്. അപ്പോൾ DG സ്മാർട്ട് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് പറയുന്നത്? ഫയലുകൾ ഡിജിറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് DG സ്മാർട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ വെർച്വൽ റിസപ്ഷനിസ്റ്റ് ആയിട്ടാണ് കെല്ലി ഉപയോഗിക്കുന്നത്. വെർച്വൽ റിസപ്ഷനിസ്റ്റ് ആയിട്ടാണ് കെല്ലിയെ ഉപയോഗിക്കുന്നത്. അപ്പം അടുത്താണ് ലോക സർപ്പദിനം അഥവാ വേൾഡ് സ്നേക്ക് ഡേ ജൂലൈ 16 വേൾഡ് സ്നേക്ക് ഡേ. അടുത്താണ് 2024 വിംബിൾട്ടൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ജേതാവ് കാർലോസ് അൽക്കറാസ് ആണ്. 2024 വിംബിൾട്ടൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ജേതാവ് സ്പെയിനിന്റെ കാർലോസ് അൽക്കറാസ് ആണ്.
ലണ്ടനിൽ നടന്ന ഫൈനൽ മത്സരത്തിൽ സെർബിയയുടെ നൊവാക് ജോക്കോവിച്ചിനെയാണ് അൽക്കരാസ് തോൽപ്പിച്ചത്. ഗ്രാൻഡ് സ്ലാം കിരീടമാണ് അൽക്കരാസിൻ്റേത്. ഓപ്പൺ യുഗത്തിൽ ഫ്രഞ്ച് ഓപ്പണും വിംബിൾട്ടണും നേടുന്ന 6ാമത്തെ പുരുഷ താരം കൂടിയാണ് സ്പെയിനിന്റെ കാർലോസ് അൽക്കരാസ്. വനിതാ വിഭാഗത്തിൽ ചെക്ക് റിപ്പബ്ലിക്കിന്റെ ബാർബോറ ക്രിഞ്ചിക്കോവ ജേതാവായി. ഇറ്റലിയുടെ ജാസ്മിൻ പൗളിനെയാണ് പരാജയപ്പെടുത്തിയത്? ചെക്ക് റിപ്പബ്ലിക്കിന്റെ ബാർബോറ ക്രിഞ്ചിക്കോവ പരാജയപ്പെടുത്തിയത്. ഒന്നുകൂടി പറയാം, 2024 വിംബിൾട്ടൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ജേതാവ് കാർലോസ് അൽക്കരാസ് ആണ്. ലണ്ടനിൽ നടന്ന ഫൈനൽ മത്സരത്തിൽ സെർബിയയുടെ നൊവാക് ജോക്കോവിച്ചിനെയാണ് സ്പെയിനിന്റെ കാർലോസ് അൽക്കരാസ് പരാജയപ്പെടുത്തിയത്. 4ാം ഗ്രാൻഡ് സ്ലാം കിരീടമാണ് അൽക്കരാസിൻ്റേത്. ഓപ്പൺ യുഗത്തിൽ ഫ്രഞ്ച് ഓപ്പണും വിംബിൾട്ടണും നേടുന്ന 6ാമത്തെ പുരുഷ താരം കൂടിയാണ് സ്പെയിനിന്റെ കാർലോസ് അൽക്കരാസ്. വനിതാ വിഭാഗത്തിൽ ചെക്ക് റിപ്പബ്ലിക്കിന്റെ ബാർബോറ ക്രിഞ്ചിക്കോവ ജേതാവായി. ഇറ്റലിയുടെ ജാസ്മിൻ പൗളിനെയാണ് ചെക്ക് റിപ്പബ്ലിക്കിന്റെ ബാർബോറ ക്രിഞ്ചിക്കോവ പരാജയപ്പെടുത്തിയത്. അടുത്താണ് പുരപ്പുറ സൗരോർജ്ജ പ്ലാന്റുകൾ സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പ്രധാനമന്ത്രി സൂര്യ ഘർ പദ്ധതിയിൽ കേരളത്തിന്റെ സ്ഥാനം 3. അപ്പോൾ പുരപ്പുറ സൗരോർജ്ജ പ്ലാന്റുകൾ സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പ്രധാനമന്ത്രി സൂര്യ ഘർ പദ്ധതിയിൽ കേരളത്തിന്റെ സ്ഥാനം 3ാം സ്ഥാനമാണ്. ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നിവയാണ് 1ാം സ്ഥാനത്തും 2ാം സ്ഥാനങ്ങളിൽ നിൽക്കുന്നത്. സംസ്ഥാനത്ത് KCB ആണ് ഈ പദ്ധതി നടപ്പിലാക്കുന്ന ഏജൻസി. അപ്പോൾ ഒന്നുകൂടി പറയാം, പുരപ്പുറ സൗരോർജ്ജ പ്ലാന്റുകൾ സ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പ്രധാനമന്ത്രി സൂര്യ ഘർ പദ്ധതിയിൽ കേരളത്തിന്റെ സ്ഥാനം 3ാം സ്ഥാനമാണ്. ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നിവയാണ് 1ാം സ്ഥാനം 2ാം സ്ഥാനങ്ങളിലുള്ളത്. സംസ്ഥാനത്ത് KCB ആണ് പദ്ധതി നടപ്പിലാക്കുന്ന ഏജൻസി. 16ാമത് ധനകാര്യ കമ്മീഷൻ രൂപവൽക്കരിച്ച ഉപദേശക സമിതിയുടെ കൺവീനർ ആരാണ്? 16ാം ധനകാര്യ കമ്മീഷൻ രൂപവൽക്കരിച്ച ഉപദേശക സമിതിയുടെ കൺവീനർ ആണ് ഡോക്ടർ പൂനം ഗുപ്ത. അപ്പോൾ ഡോക്ടർ പൂനം ഗുപ്ത ആരാണ്? 16ാം ധനകാര്യ കമ്മീഷൻ രൂപവൽക്കരിച്ച ഉപദേശക സമിതിയുടെ കൺവീനർ ആണ് ഡോക്ടർ പൂനം ഗുപ്ത. അടുത്തത് യൂറോ കപ്പിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. യൂറോ കപ്പിൽ സ്പെയിനാണ് ജേതാക്കളായത്. അതുപോലെ ബെർലിനിലെ ഒളിമ്പിയ സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനലിൽ ഇംഗ്ലണ്ടിനെ 2-1 തോൽപ്പിച്ചാണ് സ്പെയിൻ യൂറോപ്യൻ ഫുട്ബോളിലെ 4ാം കിരീടം സ്വന്തമാക്കിയത്. അപ്പോൾ 2024 യൂറോ കപ്പിനെ കുറിച്ചിട്ടുള്ള ഫാക്റ്റാണ് പറയുന്നത്. സ്പെയിനാണ് 2024 യൂറോ കപ്പിൽ ജേതാക്കളായത്. ബെർലിനിലെ ഒളിമ്പിയ സ്റ്റേഡിയത്തിലാണ് എന്ത് നടന്നത്? യൂറോ കപ്പ് ഫൈനൽ നടന്നത്. ഇംഗ്ലണ്ടിനെ 2-1 തോൽപ്പിച്ചുകൊണ്ടാണ് സ്പെയിൻ യൂറോപ്യൻ ഫുട്ബോളിലെ 4ാം കിരീടം സ്വന്തമാക്കിയത്. അപ്പോൾ 4ാം കിരീടം ആര് സ്വന്തമാക്കി? സ്പെയിൻ സ്വന്തമാക്കി. ആരെ തോൽപ്പിച്ചുകൊണ്ട്? ഫൈനലിൽ ഇംഗ്ലണ്ടിനെ 2-1 തോൽപ്പിച്ചുകൊണ്ട് സ്പെയിൻ യൂറോപ്യൻ ഫുട്ബോളിലെ 4ാം കിരീടം സ്വന്തമാക്കി. 1964, 2008, 2012 എന്നീ വർഷങ്ങളിലാണ് സ്പാനിഷ് ടീം മുൻപ് ചാമ്പ്യന്മാരായത്. അപ്പോൾ 4 വട്ടമാണ് അവർക്ക് 4 തവണകളിലാണ് സ്പെയിനിന് യൂറോ കപ്പ് 1ാം സ്ഥാനം ലഭിക്കുന്നത്. അല്ലെങ്കിൽ 4 തവണകളിലാണ് മുൻപ് ഇവർക്ക് കിരീടം ലഭിച്ചിട്ടുള്ളത്. 1964, 2008, 2012, 1964, 2008, 2012 എന്നീ വർഷങ്ങളിലാണ് സ്പാനിഷ് ടീമിന് മുൻപ് ചാമ്പ്യന്മാരായിട്ടുള്ളത്. സ്പെയിനിന്റെ റോഡ്രിഗയാണ് ടൂർണമെന്റിലെ താരം. സ്പെയിനിന്റെ റോഡ്രിയാണ് ടൂർണമെന്റിലെ താരം. അപ്പോൾ അതുപോലെ യൂറോ കപ്പ് കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായ സ്പെയിനിന്റെ ലാമിൻ യമാൽ 17 വയസ്സാണ് അദ്ദേഹത്തിനുള്ളത്. അപ്പോൾ സ്പെയിനിന്റെ ലാമിൻ യമാൽ മികച്ച യുവ താരമായി. അപ്പോൾ യൂറോ കപ്പ് കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായ സ്പെയിനിന്റെ ലാമിൻ യമാൽ ആണ് മികച്ച യുവ താരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ഒരു യൂറോ കപ്പ് ടൂർണമെന്റിൽ 15 ഗോൾ നേടുന്ന ആദ്യ ടീം എന്ന ബഹുമതി സ്പെയിൻ സ്വന്തമാക്കി. അപ്പോൾ എല്ലാവരും സ്പെയിനിന് തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. ഒരു യൂറോ കപ്പ് ടൂർണമെന്റിൽ 15 ഗോൾ നേടുന്ന ആദ്യ ടീം എന്ന ബഹുമതിയും സ്പെയിൻ സ്വന്തമാക്കി. 1984 യൂറോയിൽ ഫ്രാൻസ് നേടിയ 14 ഗോളിനെയാണ് മറികടന്നത്. 1984 യൂറോയിൽ ഫ്രാൻസ് നേടിയ 14 ഗോളിനെയാണ് 15 ഗോൾ നേടിക്കൊണ്ട് സ്പെയിൻ പിന്നിലാക്കിയത്. യൂറോ കപ്പിൽ ഏറ്റവും കൂടുതൽ തവണ കിരീടം നേടുന്ന ടീം കൂടിയാണ് സ്പെയിനിൽ നിന്ന് 28.25 ദശലക്ഷം യൂറോ, ഏകദേശം 256 കോടി രൂപ സമ്മാന തുകയായി ലഭിക്കും. ഇംഗ്ലണ്ടിന് 24.25 ദശലക്ഷം യൂറോയും ഏകദേശം 220 കോടി രൂപയും ലഭിക്കും. അപ്പോൾ എന്താണ് യൂറോ കപ്പിന്റെ ഫാക്ട് ഒന്നുകൂടി പറയാം. യൂറോ കപ്പിൽ ജേതാക്കളായത് സ്പെയിനാണ്. ബെർലിനിലെ ഒളിമ്പിയ സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനലിൽ ഇംഗ്ലണ്ടിനെ 2-1 തോൽപ്പിച്ചാണ് സ്പെയിൻ യൂറോപ്യൻ ഫുട്ബോളിലെ 4ാം കിരീടം സ്വന്തമാക്കിയത്. 1964, 2008, 2012 വർഷങ്ങളിലാണ് സ്പാനിഷ് ടീം മുൻപ് ചാമ്പ്യന്മാരായിട്ടുള്ളത്. സ്പെയിനിന്റെ റോഡ്രിയാണ് ടൂർണമെന്റിലെ താരം.
യൂറോ കപ്പ് കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാരാണ്? സ്പെയിനിന്റെ തന്നെ ലാമിൻ യമാൽ ആണ് യുവതാരമായി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ഒരു യൂറോപ്പ് ടൂർണമെന്റിൽ 15 ഗോൾ നേടുന്ന ആദ്യ ടീം എന്ന ബഹുമതിയും സ്പെയിനിന് തന്നെയാണ്. 1984 യൂറോയിൽ ഫ്രാൻസ് നേടിയ 14 ഗോളിനെയാണ് ഇത് മറികടക്കുന്നത്. യൂറോ കപ്പിൽ ഏറ്റവും കൂടുതൽ തവണ കിരീടം നേടുന്ന ടീം കൂടിയാണ് സ്പെയിൻ. സ്പെയിനിന് 28.25 ദശലക്ഷം യൂറോ, ഏകദേശം 256 കോടി രൂപയും, അതുപോലെ തന്നെ ഇംഗ്ലണ്ടിന് 24.25 ദശലക്ഷം യൂറോ, അതായത് ഏകദേശം 220 കോടി രൂപയും ലഭിക്കും. മികച്ച താരം കൊളംബിയയുടെ ഹാമിഷ് റോഡ്രിഗസ് ആണ്. അടുത്താണ് കോപ്പ അമേരിക്ക ഫുട്ബോൾ. കോപ്പ അമേരിക്ക ഫുട്ബോൾ 2024 ജേതാക്കളായത് ആരാണ്? അർജന്റീനയാണ്. നമുക്കൊക്കെ അറിയാം കോപ്പ അമേരിക്ക ഫുട്ബോളിൽ ജേതാക്കളായത് അർജന്റീനയാണ്. മയാമിയിലെ ഹാർഡ് റോക്ക് സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനലിൽ കൊളംബിയയെ 1-10 തോൽപ്പിച്ചുകൊണ്ടാണ് അർജന്റീന ജേതാക്കളായത്. അപ്പോൾ കോപ്പ അമേരിക്ക ഫുട്ബോൾ 2024 ജേതാക്കളായത് അർജന്റീനയാണ്. മയാമിയിലെ ഹാർഡ് റോക്ക് സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനലിൽ കൊളംബിയയെ തോൽപ്പിച്ചുകൊണ്ട് 1-0 തോൽപ്പിച്ചുകൊണ്ടാണ് അർജന്റീന ജേതാക്കളായത്. കോപ്പയിൽ അർജന്റീനയുടെ 16ാമത് കിരീടമാണ്. തുടർച്ചയായി 2ാമത്തെ കിരീടം എന്ന പ്രത്യേകതയുണ്ട്. അപ്പോൾ കോപ്പയിൽ അർജന്റീനയുടെ 16ാമത്തെ കിരീടമാണ് 2024 നേടിയത്. അതുപോലെ തുടർച്ചയായി 2ാമത്തെ കിരീടം നേടുന്ന രാജ്യം എന്ന പ്രത്യേകതയും അർജന്റീനയ്ക്ക് ഉണ്ട്. അർജന്റീനയുടെ ലൗട്ടോറോ മാർട്ടിനൈസ് ആണ് ടോപ്പ് സ്റ്റാർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ എന്താണ്? മികച്ച താരം കൊളംബിയയുടെ ഹാമിഷ് റോഡ്രിഗസ് ആണ്. അതുപോലെ ടോപ്പ് സ്കോററായി തിരഞ്ഞെടുക്കപ്പെട്ടത് അർജന്റീനയുടെ ലൗട്ടോറോ മാർട്ടിസേൻ ആണ്. അർജന്റീനയ്ക്ക് 16 ദശലക്ഷം ഡോളർ അഥവാ ഏകദേശം 133 കോടി രൂപയും കൊളംബിയയ്ക്ക് 7 ദശലക്ഷം ഡോളർ അഥവാ 58 കോടി രൂപയുമാണ് ഇതിൽ സമ്മാനത്തുകയായിട്ട് ലഭിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടിയും പറയാം, കോപ്പ അമേരിക്ക 2024 ജേതാക്കളായത് അർജന്റീനയാണ്. മയാമിയിലെ ഹാർഡ് റോക്ക് സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനലിൽ കൊളംബിയയെ 1-0 തോൽപ്പിച്ചുകൊണ്ടാണ് അർജന്റീന ജേതാക്കളായത്. കോപ്പയിൽ അർജന്റീനയുടെ 16ാമത് കിരീടമാണിത്. തുടർച്ചയായി 2ാം തവണ, അതായത് 2021 2024 കിരീടം നേടുന്നു എന്ന പ്രത്യേകത കൂടി അർജന്റീനയ്ക്ക് 2024 കോപ്പ അമേരിക്ക ഫുട്ബോൾ മാച്ചിലുണ്ട്. അതുപോലെ തുടർച്ചയായി 2ാം തവണയും, അതായത് 2021 2024 എന്നീ വർഷങ്ങളിൽ തുടർച്ചയായി 2ാം തവണയും കിരീടം നേടുന്നു എന്ന പ്രത്യേകത കൂടി അർജന്റീനയ്ക്കുണ്ട്. മികച്ച താരമായിട്ട് കൊളംബിയയിലെ ഹാമിഷ് റോഡ്രിഗസിനെയും അർജന്റീനയുടെ ടോപ്പ് സ്കോററായി അർജന്റീനയുടെ ലൗട്ടോറോ മാർട്ടിസേനുമാണ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അർജന്റീനയ്ക്ക് 16 ലക്ഷം ഡോളർ അഥവാ 133 കോടി രൂപയും കൊളംബിയയ്ക്ക് 7 ദശലക്ഷം ഡോളർ അഥവാ ഏകദേശം 58 കോടി രൂപയുമാണ് സമ്മാന തുകയായിട്ട് ലഭിക്കുന്നത്.